ഒരു കപ്പിളിന്റെ ഇടയിൽ അവരൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാത്ത ഒരു സന്ദർഭം വരുമ്പോൾ എപ്പോഴാണ് അവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മിക്ക ആളുകളുടെയും ഒരു സംശയമാണ്. അതായത് നിങ്ങൾക്ക് 35 വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ, ഒരു വർഷമായിട്ടും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും കുട്ടികളായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ 35 വയസ്സും അതിൽ കൂടുതലുമാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ 6 മാസത്തോളം സുരക്ഷിതമല്ലാത്ത സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടിട്ടും കുഞ്ഞുങ്ങളായിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി 40 വയസ്സും അതിൽ കൂടുതലുമാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ ഒരു ബേബി പ്ലാനിങ് വരുമ്പോൾ തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എഗ്ഗിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഇവയൊക്കെ ഒരു 40 വയസ്സിന് താഴെ വളരെ കുറവാണ് കാണാറുള്ളത്. അതുമാത്രമല്ല ഒരു 40+ ആയിട്ടുള്ള സ്ത്രീകളിൽ ഗർഭധാരണം വളരെ റിസ്ക് ആണ്. ഗർഭം അലസിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി പ്രായത്തിന്റെ അവിടെ നിൽക്കട്ടെ, അതല്ലാതെ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടോ? നമ്മളെ പീരിയഡ്സ് ഭയങ്കര ഇറഗുലർ ആണ്, അതുപോലെ തന്നെ റിക്കറന്റ് ആയിട്ട് അബോഷൻ വന്ന ആളാണ്, എൻഡോമെട്രിയോസിസ്, PCOD, അഡിനോമയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഭർത്താവിന്റെ അല്ലെങ്കിൽ പുരുഷന്റെ ബീജത്തിൽ ചെറിയ മാറ്റങ്ങൾ, അതിൻ്റെ ക്വാണ്ടിറ്റിയിലും അതിൻ്റെ ക്വാളിറ്റിയിലും മോർഫോളജിയിലൊക്കെ മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉദാര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി ഇതൊന്നുമല്ലാതെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ മുൻപ് വരികയും അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കീമോതെറാപ്പി പോലുള്ള മെഡിക്കേഷനൊക്കെ ചെയ്ത ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്ലാനിങ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്.